സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദികളിൽ മത്സര പട്ടികയിൽ ഇന്നും അവസാനത്തെ പേരാണ് മലയോര ജില്ലയായ ഇടുക്കിയുടേത്. മത്സരിക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളില്ലാഞ്ഞിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് ഇതിന് കാരണം. യുവജനോത്സവത്തിനായി ജില്ലയിലെ യുവപ്രതിഭകൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമ്പോൾ വിജയപട്ടികയിൽ ഒന്നാമതെത്തിയില്ലെങ്കിലും ആദ്യ 5 ജില്ലകളിൽ ഒന്നായെങ്കിലും മാറിയിരുന്നെങ്കിൽ എന്ന് ഹൈറേഞ്ച് ജനത ആഗ്രഹിക്കുകയാണ്. അത് ജില്ലയിലെ കലാരംഗത്ത് പുത്തൻ ഉണർവ് പകരുമെന്ന് അവർ കരുതുന്നു. എന്തുകൊണ്ട് ഇടുക്കി ഇത്ര പിന്നിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ തന്നെയാണെങ്കിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ്. പിന്നെ നമുക്കിവിടെ കോസ്റ്റ്യൂംസുകൾ ഒന്നും നമുക്ക് നന്നായിട്ട് നമുക്കിവിടെ കിട്ടത്തില്ല. പിന്നെ എല്ലാം സാമ്പത്തികം നന്നായിട്ട് വേണ്ട ഒരു ഇതാണ് ഡാൻസ് മേഖല. അവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മേഖലയുണ്ട്. കുട്ടികൾക്കാണേലും നല്ല രീതിയിൽ ഇതൊന്നും വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഡാൻസ് സ്കൂളുകൾ മറ്റ് എല്ലാ ജില്ലകളിലും ധാരാളമുള്ളപ്പോൾ ഇടുക്കിയിൽ അത് വിരലിൽ എണ്ണാവുന്നവ മാത്രം. ഡാൻസിനും മറ്റു കലാരൂപങ്ങൾക്കുമുള്ള ഡ്രസ്സുകൾ വാടകയ്ക്കെടുക്കാൻ പോലും ഇവിടെ ഒരു സ്ഥാപനമില്ല. വിദ്യാലയങ്ങളിലാവട്ടെ ഇവയ്ക്ക് പ്രോത്സാഹനം നൽകാൻ ആരും ശ്രമിക്കാറുമില്ല. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്നാണ് ഒരു പറ്റം കൊച്ചുമിടുക്കന്മാർ കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. ശരിക്കും ഇവരുടെ മത്സരം 1ാം സ്ഥാനത്തിനപ്പുറം തങ്ങളിൽ നല്ല ഒരുപിടി കലാപ്രതിഭകൾ ഉണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കൂടിയാണ്. ബിജു തറയിൽ, മീഡിയ 1, ഇടുക്കി.